ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം 2025 ജൂൺ 6 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കരോൾ നവറോസ്കി പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ CR പ്രസാദിനെ ഗവർണർ നിയമിച്ചു. മഞ്ഞുമല വീണ് നാമാവശേഷമായ സ്വിസ് ഗ്രാമം ബ്ലാറ്റൺ. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബൊക്കിനെ തെരഞ്ഞെടുത്തു. കാശ്മീരിലെ സംഗൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ അഞ്ചിഘട്ട് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽവേ പാലം ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്തത് 2025 ജൂൺ 6. പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് കരോൾ നവറോസ്കി. ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ CR പ്രസാദ്. മഞ്ഞുമല വീണ് നാമാവശേഷമായ സ്വിസ് ഗ്രാമം ബ്ലാറ്റൺ. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡന്റ് അനലീന ബാർബൊക്ക്. കാശ്മീരിലെ സംഗൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം അഞ്ചിഘട്ട് പാലം. നവരത്ന കമ്പനികളിലൊന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല. 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംദോർ നേടി ജാഫർ പനാഹി. ഉള്ളൂർ S പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന്. സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന്. 18ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗഫിന്. ഫൈനലിൽ ബെലാറസിന്റെ ആര്യാന സബലങ്കയെയാണ് കീഴടക്കിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെ പരാജയപ്പെടുത്തി. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ A രൂപയും INS തരിണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര. യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക്. ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ ബെറ്റിസിനെ 41-ന് കീഴടക്കി. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇംഗ്ലണ്ടിന്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിന് മുന്നിൽ സർ പദവിക്ക് അർഹനാകും. നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം. യുവേഫ നാഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന്. ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 53-ന് തോൽപ്പിച്ചാണ് പോർച്ചുഗൽ കിരീടം നേടിയത്. 18ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കൊക്കോ ഗഫിന്. പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കാരസിന്. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകളെന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ K ദിൽനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ A രൂപയും. യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക്.
ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇംഗ്ലണ്ടിന്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം. യുവേഫ നാഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന്. തായ്ലൻഡിന്റെ ഒപ്പാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ എത്യോപ്യയുടെ ഹാസെ ദർജയെ മറികടന്നാണ് ഒപ്പാൽ 72-ാം ലോകസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം നടക്കുന്നത് ഫ്രാൻസിലെ നീസിൽ. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോൺടാക്റ്റ് ലെൻസുകൾ വികസിപ്പിച്ച് ചൈന. മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻസ അന്തരിച്ചു. പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ഗൂഗി വാ തിയോങ്കോ അന്തരിച്ചു. ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് താപ്പർ അന്തരിച്ചു. ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു. കമ്പ്യൂട്ടറുകളെ ജനങ്ങളോടടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു. ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫ്രെഡറിക് ഫോർസിത്ത് അന്തരിച്ചു. സുഖ്ദേവ് സിംഗ് ദിൻസ മുൻ കേന്ദ്രമന്ത്രി. ഗൂഗി വാ തിയോങ്കോ പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ. വാൽമീക് താപ്പർ ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ. ബില്ലി വില്യംസ് ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ.